Top 5 national and international news updates. Hi all. Good morning all. ഇന്ന് മെയ് 15 ഇന്നത്തെ നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 5 ന്യൂസസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മലയാളത്തിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ച് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്ലസ് റീജിയണൽ ന്യൂസ് ചാനൽസിനും അതുപോലെ ന്യൂസ് പേപ്പറിലുമൊക്കെ റീജിയണൽ കണ്ടൻറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പം എന്നാൽ നാഷണലി അല്ലെ ഇൻ്റർനാഷണലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ഐഡിയ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ന്യൂസിലോട്ട് വെൽക്കം. Update number 5. ഫസ്റ്റ് ന്യൂസ്, ഇന്ത്യയിൽ ബ്രിക്സ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഓൾറെഡി കുറേ ദിവസങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു ഗ്യാസ് കൊണ്ടുപോയ ഒരു ഷിപ്പിനെയൊക്കെ ഒമാൻ്റെ തീരത്ത് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് സമ്മിറ്റിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഇറാൻ്റെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂ ഇനി ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യക്ക് സുഗമമായിട്ട് എനർജി ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്തൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു ഗ്യാസ് കൊണ്ടുപോയ ഒരു ഷിപ്പ് അതുവഴി സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി പാസ് ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. സോ അതാണ് ബേസിക്സ്. Number 4. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം അത് നിർത്തലാക്കി എന്നുള്ളതാണ്. അതായത് ഈ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഫ്രീ ആയി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്കീമായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അതിനൊരു പ്രോഡക്റ്റാക്കി മാറ്റി വീണ്ടും എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാമായി ഈ ഒരു സ്കീം വെച്ചിട്ട്, അഡ്വാൻസ് ഓതറൈസേഷൻ എന്ന് പറയുന്ന സ്കീം വെച്ചിട്ട്. പക്ഷേ അതിപ്പോൾ ഗവൺമെൻറ് നിർത്തലാക്കിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഗോൾഡിൻ്റെ എക്സ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. റീസെൻ്റ്ലി നമ്മൾ ഇമ്പോർട്ട് ടാക്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, 15% ആക്കിയിട്ടുണ്ടായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കുറയുന്നത് ഒന്ന് മാനേജ് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം ഇപ്പം നിർത്തലാക്കിയിരിക്കുന്നത്. Number 3. അടുത്ത ന്യൂസ്, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. വളരെ ആകാംക്ഷയോടെ ലോകമെമ്പാടുള്ള ആൾക്കാർ നോക്കിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. കാരണം ഒരു കൈൻഡ് ഓഫ് കോൾഡ് വാറിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ ഒരു ഷി ജിൻപിങ്ങും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പല അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴും ഒരു ശത്രുത മനോഭാവത്തോടെയാണ് ഈ കൺട്രീസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരൊരു കോപ്പറേഷൻ എന്നുള്ളൊരു ആംഗിളിലോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഡിസ്കഷൻസ് ഉണ്ടായിട്ട്, ബട്ട് സ്റ്റിൽ തായ്വാൻ ഇഷ്യൂസിലൊക്കെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തായ്വാൻ്റെ അവകാശം കംപ്ലീറ്റ്ലി ചൈനയ്ക്കാണ് എന്നുള്ളൊരു ടേക്കാണ് ചൈനയുടെ. പക്ഷേ US അതിന് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അപ്പം ആ കാര്യങ്ങളിൽ ടേക്ക് കിടക്കുന്നു. പക്ഷേ അവരുടെ സ്റ്റാൻഡുകൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അവർ അത് തന്നെയാണ് വീണ്ടും മുമ്പോട്ട് വയ്ക്കുന്നത്. സ്റ്റിൽ അതിൻ്റെ കൂടെ US-ന് അവരുടേതായിട്ടുള്ള കുറേ ബിസിനസ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്. 200 ബോയിങ് ജെറ്റ്സിനൊക്കെ അവർ ഈ ഒരു ഡീൽ ചർച്ച ചെയ്ത് അവർക്ക് ചൈനയ്ക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. Number 2. അടുത്ത ന്യൂസ്, കേരളത്തിലെ ചീഫ് മിനിസ്റ്ററായിട്ട് VD സതീശനെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. 102 സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു പക്ഷേ എല്ലാ മലയാളികൾക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. KC വേണുഗോപാലും അതുപോലെ ചെന്നിത്തലയൊക്കെ ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സതീശൻ ഈ ഒരു വിക്ടറി നേടുന്നതിൽ വഹിച്ച പങ്കും അതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ജനങ്ങളുടെ ഒരു താല്പര്യം അദ്ദേഹം CM ആകുമെന്നുള്ളതായിരുന്നു. സോ അങ്ങനെ തന്നെ അവസാന ഫൈനലി സംഭവിച്ചിട്ടുണ്ട്. VD സതീശനെ കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. Number 1. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് റീസെൻ്റ്ലി ഈ ഷുഗറിൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. ബാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് പല അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ എൽനിനോ ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ നല്ലോണം നടക്കുമോ, ഇനി അങ്ങോട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള യൂസിന് ഷുഗർ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് അവർ നമ്മുടെ ഡൊമസ്റ്റിക് സപ്ലൈ ചെയിൻ ഡിസ്റപ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് തൽക്കാലം ബാൻ ചെയ്തേക്കുവാണ്. സെപ്റ്റംബർ 30 വരെയാണ് ഇപ്പോൾ ബാൻ ചെയ്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ റീസൺ കൂടിയുണ്ട്. ഈ വെസ്റ്റ് ഏഷ്യ
കൺട്രീസിലുള്ള ഇറാൻ വാർ, അങ്ങനെ വെസ്റ്റ് ഏഷ്യൻ ടർബുലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സിനാരിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സപ്ലൈ ചെയിനെ ബാധിക്കുമോ, അതുപോലെ നമ്മൾ ഭയങ്കര കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആയി പോകുമോ എന്നൊക്കെയുള്ള ഒരു അപ്രഹെൻഷനൊക്കെ ഉണ്ട്. അത് കാരണമാണ് ഗവൺമെൻറ് ഇപ്പോൾ ഷുഗറിൻ്റെ എക്സ്പോർട്ട് ബാൻ ചെയ്തിരിക്കുന്നത്. സോ ടോപ്പ് 5 ന്യൂസസ് കഴിഞ്ഞ് നാളെ വീണ്ടും കാണാം. ബൈ.